ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 5th മൊഡ്യൂളിലെ ടോപ്പിക് ആണ് ബീംസ് കർവ്ഡ് ഇൻ പ്ലാൻ. സോ കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ മെൻഷൻ ചെയ്തതുപോലെ 5th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് 5 ഡെറിവേഷൻ ആണ് വരുന്നത്. അതിലെ ഫസ്റ്റ് ഡെറിവേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സെക്കൻഡ് ഡെറിവേഷൻ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So here is the question. Find the deflection at the free end of a quarter of a circular cantilever beam if it is loaded by P at the midspan, P acting vertically downwards, radius of the circle is R. So ഇവിടെ ഒരു curved cantilever beam ആണ് തന്നിരിക്കുന്നത്. NA fixed ആണ്, NB free ആണ്. ഈ curved beamന്റെ midspanലാണ് vertically downward force P act ചെയ്യുന്നത്. Vertically downward force P act ചെയ്യുന്നത് midspanലാണ്. ആൻഡ് നിങ്ങളോട് ഫ്രീ എൻഡിലെ അതായത് ബി എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ പ്രോബ്ലവും കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതായത് ഫസ്റ്റ് ഡെറിവേഷനിൽ പോയിന്റ് ലോഡ് തന്നിരുന്നത് ഫ്രീ എൻഡിലായിരുന്നു. പോയിന്റ് ലോഡ്. സോ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെയോ? ഇവിടെ മിഡ് സ്പാനിലാണ് പോയിന്റ് ലോഡ് തന്നിരിക്കുന്നത്. ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ട് പ്രോബ്ലം തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയോ? ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഡിഫ്ലക്ഷൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് കാസ്റ്റിഗ്ലിയാനോസ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു കാസ്റ്റിഗ്ലിയാനോസ് തിയറം, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് വിൽ ഗിവ് യു ദി ഡിഫ്ലക്ഷൻ അണ്ടർ ദാറ്റ് ലോഡ്. അപ്പോൾ സ്ട്രെയിൻ എനർജി, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് എടുക്കുകയാണെങ്കിൽ ആ ലോഡിന് താഴെയുള്ള ഡിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി എന്ന പോയിന്റിൽ ഒരു ലോഡ് ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന പോയിന്റിലെ ലോഡ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ബിയിലെ ഡിഫ്ലക്ഷൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് സൊല്യൂഷനിലോട്ട് കിടക്കാം. ആദ്യം എന്ത് ചെയ്യാം? ബിയിലെ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ബിയില് ലോഡ് ഒന്നും തന്നിട്ടില്ല. സോ ഫസ്റ്റ് കൺസിഡർ എ ഡമ്മി ലോഡ് പി നോട്ട് അറ്റ് ദി ഫ്രീ എൻഡ്. സോ ബി എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ നമുക്ക് വേണം. ബി എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ വേണമെങ്കിൽ കാസ്റ്റിഗ്ലിയാനോസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ബി എന്ന പോയിന്റിൽ ഒരു ലോഡ് വേണം. ഇവിടെ ലോഡ് ഇല്ലാത്തത് കാരണം ഞാൻ അവിടെ ഡമ്മി ലോഡ് P0 അപ്ലൈ ചെയ്യാണ്. ആക്ച്വലി P0 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ഫോഴ്സ് ഇല്ല. സോ P0 വിൽ ബി 0. അപ്പോ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഡമ്മി ലോഡ് P0 ബി എന്ന പോയിന്റിൽ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ഫിഗർ നോക്കിയേ. ഈ ഫസ്റ്റ് ഫിഗറിൽ ഞാൻ കാണിച്ചിരിക്കുന്നു ബി എന്ന പോയിന്റിൽ ഞാനൊരു ഡമ്മി ലോഡ്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടുള്ള ഡമ്മി ലോഡ് P0 അപ്ലൈ ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് മിഡ് സ്പാൻ മുതൽ ബി വരെയുള്ള പോർഷൻ എടുക്കുകയാണ്. അതായത് ബിറ്റ്വീൻ മിഡ് സ്പാൻ മുതൽ ബി വരെയുള്ള ആംഗിൾ എന്താണ്? π/4. സോ ബിറ്റ്വീൻ 0 to π/4, 0 മുതൽ π/4 വരെ ഈ ഇടയ്ക്കുള്ള പോർഷൻ എടുക്കുകയാണെങ്കിൽ ആ പോർഷൻ ഇടയിൽ ഞാനൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ആ സെക്ഷൻ ആണ് ഫസ്റ്റ് ഫിഗറിൽ വരച്ച് കാണിക്കുന്നത്. 0ക്കും π/4നും ഇടയിൽ ഞാനൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു, വിച്ച് ഇസ് അറ്റ് ആൻ ആംഗിൾ ആൽഫ ഫ്രം ദി ഹൊറിസോണ്ടൽ. നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ ഹൊറിസോണ്ടലിൽ നിന്നും ആൽഫ ഡിഗ്രി മാറിയിട്ടാണ്. ഇനി ഈ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത ഈ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ടോർഷണൽ മൊമെന്റ് എന്തായിരിക്കും? ഓൾറെഡി ബെൻഡിങ് മൊമെന്റ് നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ കണ്ടതുപോലെ മൈനസ് P0 R ഇൻറ്റു സൈൻ ആൽഫ. ഇവിടെ ആ സെക്ഷന് താഴെയുള്ള ഒറ്റ ലോഡേ ഉള്ളൂ P0. സോ മൈനസ് P0 R ഇൻറ്റു സൈൻ ആൽഫ. അതുപോലെ ടോർഷണൽ മൊമെന്റ് എന്തായിരിക്കും? P0 R ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ട സെയിം ആണ്. അപ്പൊ നമ്മൾ ആദ്യം എടുത്ത എന്താ? മിഡ് സ്പാനിനും ബിക്കും ഇടയിലാണ് സെക്ഷൻ കൺസിഡർ ചെയ്തത്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ 0 and π/4. 0ക്കും π/4നും ഇടയിലാണ് നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്തത്. ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? കൺസിഡർ സെക്ഷൻ ബിറ്റ്വീൻ π/4 and π/2. π/4നും π/2നും ഇടയിലുള്ള ആംഗിൾ കൺസിഡർ ചെയ്യാം. അതിന് സെക്കൻഡ് ഫിഗറിലോട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ π/2നും π/4നും ഇടയിലാണ് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്, which makes an angle alpha with the horizontal. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ കൺസിഡർ ചെയ്തിരിക്കുന്നത് എക്കും മിഡ് സ്പാനിനും ഇടയിലുള്ള ഒരു സെക്ഷൻ ആണ്, അല്ലെങ്കിൽ π/4നും π/2 ഇടയിലുള്ള ഒരു സെക്ഷൻ ആണ്.
ആ സെക്ഷൻ ഹൊറിസോണ്ടലുമായിട്ട് ആൽഫ ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പോയിന്റിനെ ബോട്ടായിട്ട്, അതായത് നമ്മൾ π/4നും π/2നും ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? ആ സെക്ഷന് താഴെ രണ്ട് ലോഡ് വരുന്നുണ്ട്, P0 ആൻഡ് P. P0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് എന്താണ്? -P0r into sin alpha. കാരണം ആ സെക്ഷൻ P0ക്കും ഇടയിലുള്ള ആംഗിൾ, നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷനും P0ക്കും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ തന്നെയാണ്. സോ -P0r into sin alpha. ഇനി അടുത്ത ഫോഴ്സ് ഏതാ? P. Pയിലെ മൊമെന്റ് എന്താണ്? -PR into sin. ആംഗിൾ എന്താണ്? P എന്ന ഫോഴ്സിനും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷനും ഇടയിലുള്ള ആംഗിൾ is alpha minus π/4. So your M will be -P0r sin alpha minus PR into sin alpha minus π/4. Similarly, torsional moment എന്തായിരിക്കും? P0r into 1 minus cos alpha plus PR into 1 minus cos alpha minus π/4. Okay. അപ്പോൾ നമ്മൾ എടുത്ത സെക്ഷന് താഴെ രണ്ട് ലോഡ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് രണ്ട് ലോഡിന്റെ മൊമെന്റ് ആൻഡ് ടോർഷണൽ മൊമെന്റ് സം ചെയ്തു. ഓക്കെ, ഇനി ആംഗിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന സെക്ഷനും ഫോഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? U is equal to integral m square by 2 EI into ds plus integral t square by 2 GJ into ds. നമുക്ക് വേണ്ടത് ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ ആണ്. സോ ഡെൽറ്റ is equal to du by dp0. അതായത് ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ഫ്രീ എൻഡിലെ ലോഡ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് is du by dp0, which is equal to integral m by EI into dm by dp0 into ds plus integral t by gj into dt by dp0 into ds. ഇനി dm by dp0 എന്താണ്? m ന്റെ എക്സ്പ്രഷൻ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ m ന്റെ എക്സ്പ്രഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു p0 എന്താണ് എടുക്കേണ്ടത്? -r into sin alpha എന്ന് വരും. അതുപോലെ dt by dp0 യോ? t യുടെ എക്സ്പ്രഷൻ, ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന t യുടെ എക്സ്പ്രഷനിലെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു p0 എടുക്കുക. You will get r into 1 minus cos alpha. ശ്രദ്ധിക്കുക, ഫസ്റ്റ് എക്സ്പ്രഷൻ എടുക്കരുത്, അവിടെ ഒരൊറ്റ ലോഡ് മാത്രമേ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. നമ്മൾ ആക്ച്വലി കൺസിഡർ ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ π/4 ആൻഡ് π/2 ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ മിഡ് സ്പാനിലെ ലോഡ് വരുന്നുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ബെൻഡിങ് മൊമെന്റ്, ടോർഷണൽ മൊമെന്റ്. സോ dm by dp0 and dt by dp0 കണ്ടുപിടിക്കാം. ഇനി സിൻസ് P0 is equal to 0, നമുക്കറിയാം P0 ഡമ്മി ലോഡ് ആണ്. സോ P0 0 ആണ്. അങ്ങനെയാണെങ്കിൽ m ന്റെയും t യുടെയും എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? m is equal to P0 ടേം അങ്ങ് പോകും, -PR into sin alpha minus π/4. അതുപോലെ t is equal to PR into 1 minus cos alpha minus π/4. ഓക്കെ, അപ്പൊ P0 എന്ന ടേം നമ്മൾ എടുത്തത് ഡിഫ്ലക്ഷൻ du by dp0 കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യുക? P0 വരുന്ന ടേം ഒക്കെ അങ്ങ് 0 ആക്കി കളയാം. അപ്പൊ നമുക്ക് m ആയി, t ആയി, dm by dp0 ആയി, dt by dp0 ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റയുടെ എക്സ്പ്രഷനിൽ m ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, dm by dp0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, t യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, dt by dp0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ds ന് പകരം കഴിഞ്ഞ ഡെറിവേഷനിൽ കണ്ടതുപോലെ r d alpha സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ds ന് പകരം ഇവിടെ r d alpha സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇക്വേഷനിലെ ഡെൽറ്റയുടെ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ത്രൂ ഔട്ട് EI മൾട്ടിപ്ലൈ ചെയ്യാം. EI മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടേമിൽ EI by GJ എന്ന ടേം വരും. ഈ EI by GJ ക്ക് പകരം നമ്മൾ ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ EI കൊണ്ട് ത്രൂ ഔട്ട്, ഫ്ലെക്സുറൽ റിജിഡിറ്റി കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ EI by GJ എന്നൊരു ടേം വരും. അതിന് പകരം നമ്മൾ ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എന്താ ചെയ്യേണ്ടത്? കോമൺ ആയിട്ടുള്ള ടേംസ് പുറത്തെടുക്കുക, സിമ്പിൾ ഇന്റഗ്രേഷൻ. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഏതൊക്കെ ഐഡന്റിറ്റിയാ യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. sin A sin B is equal to half cos A minus B minus cos A plus B. അതുപോലെ cos A cos B is equal to 1/2 into cos A plus B plus cos A minus B. ഈ രണ്ട് ഐഡന്റിറ്റിയും നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. Then സിമ്പിൾ ഇന്റഗ്രേഷൻ, ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ π/4 to π/2 ആണ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ലോഡ് വരുന്നത് മിഡ് സ്പാനിലാണ്. സോ മിഡ് സ്പാൻ മുതൽ A വരെയുള്ള പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു റേഞ്ച് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ റേഞ്ചിനുള്ളിലാണ് നമ്മൾ
section consider ചെയ്ത് moment and torsional moment calculate ചെയ്തത്. So your range will be pi by 4 to pi by 2. Okay. അപ്പോൾ integrate ചെയ്ത് limits apply ചെയ്ത് find delta. അപ്പോൾ നമുക്ക് delta EI delta by P R cube is equal to finally നമുക്ക് 0.27768 plus 0.063078 gamma എന്ന് വരും. ഓക്കെ, ഇവിടുന്ന് ഡെൽറ്റ കിട്ടാനായിട്ട് ഡെൽറ്റ is equal to PR cube by EI into 0.27768 plus 0.063078 gamma എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഒരു curved cantilever beam carrying point load at the center free endലെ deflection calculate ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് ഓരോ സെക്ഷൻ ആയിട്ട് എടുത്ത് ടോർഷണൽ മൊമെന്റ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് കമ്പ്യൂട്ട് ചെയ്യാൻ അറിയണം. മെയിൻ ആയിട്ട് ഡിഫ്ലക്ഷൻ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫൈനൽ ആൻസറിൽ എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, then next പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അതായത് മൂന്നാമത്തെ ഡെറിവേഷൻ. A semicircular beam of radius r curved in plan is fixed at both ends as shown in figure. It carries a vertical load W at its center C. Sketch the bending moment and torsional moment diagram. So കഴിഞ്ഞ രണ്ട് പ്രോബ്ലവും ഒരു സർക്കിളിന്റെ ക്വാർട്ടർ പോർഷൻ ആയിരുന്നു, ഒരു ക്വാർട്ടർ സർക്കുലർ ബീം ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു സെമി സർക്കുലർ ബീം ആണ്. ഈ സെമി സർക്കുലർ ബീമിന്റെ രണ്ടെൻഡും ഫിക്സ്ഡ് ആണ്. ഈ സെമി സർക്കുലർ ബീമിന്റെ സെന്ററിലാണ് പോയിന്റ് ലോഡ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ബീം എടുക്കുകയാണെങ്കിൽ ഇതൊരു സിമെട്രിക് ബീമാണ്. അപ്പോ ഇതൊരു സിമെട്രിക് ബീം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഈ സെമി സർക്കുലർ ബീമിന്റെ ജസ്റ്റ് ഹാഫ് പോർഷൻ, അതായത് ഒരു ക്വാർട്ടർ ഓഫ് സർക്കിൾ മാത്രം അനലൈസ് ചെയ്താൽ മതിയാവും. ഒരു ക്വാർട്ടർ ഓഫ് സർക്കിൾ ആവുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ എടുത്ത അതേ കർവ്ഡ് കാന്റിലിവർ ബീമിന് സിമിലർ ആവും. അപ്പൊ നമുക്ക് ഡ്യൂ ടു സിമെട്രി, ഇതൊരു സിമെട്രിക് ബീം ആയതുകൊണ്ട് ഈ ബീമിന്റെ ഹാഫ് പോർഷൻ എടുത്ത് അനലൈസ് ചെയ്താൽ മതിയാകും. ഇനി നമ്മൾ ഈ ബീമിന്റെ ഹാഫ് പോർഷൻ എടുക്കുമ്പോൾ സി എന്ന പോയിന്റിലെ ടോട്ടൽ ലോഡാണ് W/2. സോറി, സി എന്ന പോയിന്റിലെ ടോട്ടൽ ലോഡാണ് W എന്ന് പറയുന്നത്. നമ്മൾ ഈ ബീമിന്റെ ഹാഫ് പോർഷൻ, അതായത് AC എന്ന പോർഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സിയിലെ ലോഡ് എന്തായിരിക്കും? W/2. രണ്ട് പോർഷനിലോട്ടും ഈക്വലി ലോഡ് ഷെയർ ചെയ്യും. സോ AC എന്ന പോർഷൻ മാത്രമാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് എടുക്കുന്നതെങ്കിൽ ലോഡ് വിൽ ബി W/2. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഡ്യൂ ടു സിമെട്രി സി എന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെന്റും 0 ആയിരിക്കും. സി എന്ന പോയിന്റില് സിമെട്രിക് ആയതുകൊണ്ട് AC എന്ന പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു സെമി സർക്കുലർ ബീം സിമെട്രിക് ആയതുകൊണ്ട് തന്നെ AC എന്ന പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ സിയിലെ ബെൻഡിങ് മൊമെന്റ്, സോറി, ടോർഷണൽ മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. ആകെ സി എന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്, ഒന്ന്, ഇതൊരു സിമെട്രിക് കർവ്ഡ് ബീം ആയത് കാരണം അനാലിസിസിന് വേണ്ടിയിട്ട് ഹാഫ് പോർഷൻ എടുത്താൽ മതിയാവും. സോ AC എന്ന പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സിയിലെ ലോഡ് എന്ന് പറയുന്നത് W/2 ആയിരിക്കും. ഓക്കെ, ഇനി ഡ്യൂ ടു സിമെട്രി സി എന്ന പോർഷനിൽ ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെന്റും 0 ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് മാത്രമേ ഉണ്ടായിരിക്കൂ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ബീമിന്റെ ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനാണ്. ഓക്കെ, സോ നമുക്ക് സൊല്യൂഷനിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ഞാൻ AC എന്നൊരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാണ്. സിയിൽ ഒരു പോയിന്റ് ലോഡ് ഉണ്ട്. സിയിലെ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് W/2 ആയിരിക്കും. ആൻഡ് സിയിൽ ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ. കൺസിഡർ ഇറ്റ് ആസ് M0. ഓക്കെ, സി എന്ന പോയിന്റിൽ മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഷിയർ ഫോഴ്സും ടോർഷണൽ മൊമെന്റും 0 ആണ്. സോ മൊമെന്റിനെ ഞാൻ M0 എന്ന് എടുത്തു. ഇനി ഞാൻ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്തതുപോലെ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്, എനിക്ക് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ആദ്യം ബെൻഡിങ് മൊമെന്റ് വേണം, അതുപോലെ ടോർഷണൽ മൊമെന്റ് വേണം.
ബെൻഡിങ് മൊമെന്റും ടോർഷണൽ മൊമെന്റും കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? AC എന്ന പോർഷന് നടുവിലായിട്ട് ഒരു സെക്ഷൻ D കൺസിഡർ ചെയ്തു. ഈ സെക്ഷൻ D എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് ആൽഫ ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു സെക്ഷൻ D കൺസിഡർ ചെയ്തു. സെക്ഷൻ D മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദി ഹൊറിസോണ്ടൽ. ഓക്കെ, ഇനി D എന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി W/2. ഇനി D എന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? D എന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ D എന്ന പോയിന്റിന് താഴെ C യിലെ ഒരു ലോഡ് ഉണ്ട്, അതുകൂടാതെ C യിൽ ഒരു മൊമെന്റും വരുന്നുണ്ട്. സോ D യിലെ ബെൻഡിങ് മൊമെന്റ് വിൽ ബി മൊമെന്റിന്റെ കമ്പോണന്റ് എടുക്കുക m0 into cos alpha മൈനസ് ബാക്കി പഴയതുപോലെ W/2 ലോഡ് W/2 into R into sin alpha. അതുപോലെ ടോർഷണൽ മൊമെന്റ് വരുമ്പോൾ മൊമെന്റിന്റെ കമ്പോണന്റ് വിൽ ബി മൈനസ് m0 sin alpha പ്ലസ് ബാക്കി പഴയതുപോലെ തന്നെ W/2 into R into 1 minus cos alpha. അപ്പോ ഇവിടെ ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷനിലും ടോർഷണൽ മൊമെന്റിന്റെ ഇക്വേഷനിലും C എന്ന പോയിന്റിൽ ഒരു ലോഡ് കൂടാതെ ഒരു മൊമെന്റ് കൂടെ വരുന്നുണ്ട്. സോ ആ മൊമെന്റിന്റെ കമ്പോണൻസ് കൂടെ കയറി വരും. ഓക്കെ, അപ്പോ എമ്മില് അതായത് ബെൻഡിങ് മൊമെന്റ് ഡിയിലെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് m0 cos alpha. ഇനി ടോർഷണൽ മൊമെന്റ് എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, വിച്ച് ഇസ് m0 sin alpha. ക്ലിയർ ആയോ? ഇനി മൊമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ m0 cos alpha പോസിറ്റീവ് ആയത് ഓൾറെഡി ലോഡ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഹോഗിങ് ആയിരിക്കും മൊമെന്റ് വരുന്നത്. സോ ഹോഗിങ് മൊമെന്റിന് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മൊമെന്റ് പോസിറ്റീവ് ആയിട്ട് എടുത്തത്. മൊമെന്റിന്റെ കമ്പോണന്റ് m0 cos alpha പോസിറ്റീവ് ആയിട്ട് എടുത്തത്. അതുപോലെ ടോർഷണൽ മൊമെന്റിന്റെ എക്സ്പ്രഷനിൽ ഓൾറെഡി ടോർഷണൽ മൊമെന്റ് പോസിറ്റീവ് ആണ്, അതായത് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർഷണൽ മൊമെന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ C എന്ന പോയിന്റിലെ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർഷണൽ മൊമെന്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ടിയുടെ എക്സ്പ്രഷനിൽ മൈനസ് m0 sin alpha എന്ന് വന്നത്. ഓക്കെ, അപ്പോ ബെൻഡിങ് മൊമെന്റിന്റെയും ടോർഷണൽ മൊമെന്റിന്റെയും എക്സ്പ്രഷൻ ക്ലിയർ ആയോ? C എന്ന പോയിന്റിൽ ലോഡ് കൂടാണ്ട് ഒരു മൊമെന്റ് കൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ലോഡിന്റെ കമ്പോണന്റ് കൂടാണ്ട് മൊമെന്റിന്റെ കമ്പോണന്റ് കൂടെ നമുക്ക് ഇവിടെ എടുക്കേണ്ടതായിട്ട് വന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് m0 ആണ്. കാരണം നമുക്ക് മൊമെന്റും ടോർഷണൽ മൊമെന്റും വാല്യൂ കിട്ടണം. അതായത് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിലും ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിലും നമുക്ക് m0യുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ m0യുടെ വാല്യൂ എങ്ങനെയാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്? du/d m0 is equal to 0. നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പൊ ഒരു എക്സ്പ്രഷനിൽ നിന്നൊരു വാല്യൂ കിട്ടണമെങ്കിൽ നമുക്കറിയാം du/dm0 will be 0. Partial derivative of strain energy with respect to moment will be 0. ഈ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ m0 കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓൾറെഡി സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, ഇന്റഗ്രൽ m²/2 ei into ds പ്ലസ് ഇന്റഗ്രൽ t²/2 gj into ds. സോ ഈ എക്സ്പ്രഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു m0 എടുക്കാം. You will get 1/ei into integral m dm/dm0 into ds plus 1/gj into integral t dt/dm0 into ds is equal to 0. ഇനി m ന്റെ എക്സ്പ്രഷനിൽ dm/dm0 എന്താണ്? cos alpha. അതുപോലെ dt/dm0 minus sin alpha. സോ m ന്റെ എക്സ്പ്രഷനായി dm/dm0യുടെ എക്സ്പ്രഷനായി t ന്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്, dt/dm0 നമുക്ക് ഇപ്പോൾ കിട്ടി. ഇനി എന്ത് ചെയ്യാം? du/dm0 നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ എക്സ്പ്രഷൻ ഈ ഒരു ഇക്വേഷനിൽ m ന്റെയും dm/dm0 and t dt/dm0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഈ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനിലും ത്രൂ ഔട്ട് ei കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ ei രണ്ടാമത്തെ ടേമില് ei/gj എന്ന എക്സ്പ്രഷൻ വരും. സോ ആ ei/gj എന്ന ടേമിന് പകരം ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ds ന് പകരം r d alpha സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
Then അടുത്ത പ്യൂർലി ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുക. നമുക്ക് ഓൾറെഡി കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് 0 to pi/2 ആണ്. കാരണം നമ്മൾ ഹാഫ് പോർഷൻ ക്വാർട്ടർ ഓഫ് സർക്കിൾ മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ. സോ ആൽഫ വേരീസ് ഫ്രം 0 to pi/2. സോ ലിമിറ്റ് 0 to pi/2 ഇട്ട് കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്ത് ഫൈനലി നിങ്ങൾക്ക് m0 is equal to WR/pi എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫൈനലി നിങ്ങൾക്ക് m0 WR/pi എന്ന് കിട്ടും. ഓക്കെ, then നമുക്ക് ഓൾറെഡി m0യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ m ൽ എന്ത് ചെയ്യുക? m is equal to m0 cos alpha minus WR/2 into sin alpha എക്സ്പ്രഷനിൽ m0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then നമുക്ക് bending moment കിട്ടാനായിട്ട്, bending moment ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഓരോ പോയിന്റിലെയും bending momentന്റെ വാല്യൂ വേണം. അപ്പോ നമുക്ക് ഓൾറെഡി അറിയാം ആൽഫ വേരീസ് ഫ്രം 0 to pi/2. സോ bending momentന്റെ ഇക്വേഷനിൽ when alpha is equal to 0 എന്താണ് bending moment എന്ന് കണ്ടുപിടിക്കുക. ആൽഫ 0 ആണെങ്കിൽ bending moment will be WR/pi. അതുപോലെ ആൽഫ 90 ഡിഗ്രി ആണെങ്കിൽ bending moment is equal to minus WR/2. സോ ഇവിടെ ആൽഫ 0 ആകുമ്പോൾ m പോസിറ്റീവ് ആണ്, ആൽഫ 90 ഡിഗ്രി ആകുമ്പോൾ m നെഗറ്റീവ് ആണ്. അപ്പൊ ഏതോ ഒരു പോയിന്റിൽ സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ bending moment ഡയഗ്രാം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോയിന്റിൽ സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് bending momentന്. ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? നമുക്കറിയാം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിൽ bending moment 0 ആയിരിക്കും. അപ്പോൾ bending momentന്റെ ഇക്വേഷനെ 0 ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഫൈൻഡ് ആൽഫ. സോ ആൽഫ 32.482 ഡിഗ്രീസ് ആവുമ്പോഴാണ് bending momentന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് bending moment ഡയഗ്രത്തിലോട്ട് പോവാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് സെമി സർക്കുലർ. ഇനി നമുക്ക് ഹാഫ് പോർഷനിൽ കിട്ടി. എ സി എന്ന പോർഷനിൽ ആൽഫ 0 ആവുമ്പോൾ വാല്യൂ കിട്ടി, ആൽഫ pi/2 ആവുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് bending moment വാല്യൂ കിട്ടി. സെയിം തന്നെ ആയിരിക്കും ബി സി എന്ന പോർഷൻ. ഓക്കെ, സോ ഫസ്റ്റ് സെമി സർക്കിൾ വരയ്ക്കാം. അപ്പൊ ആൽഫ 0 ആവുമ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് WR/pi, പോസിറ്റീവ് WR/pi മാർക്ക് ചെയ്യാം. അതുപോലെ ആൽഫ 90 ഡിഗ്രി ആവുമ്പോൾ, ആൽഫ 90 ഡിഗ്രി ആവുമ്പോൾ എയും വരും ബിയും വരും. അപ്പോ എയില് മൈനസ് WR/2, അതുപോലെ ബിയില് മൈനസ് WR/2. ഇനി എന്ത് ചെയ്യാ? ഇതിനെ ജോയിൻ ചെയ്ത് ആ കർവ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ആ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിലെ ആംഗിൾ ആണ് ഇവിടെ 32.482 ഡിഗ്രീസ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, bending moment ഡയഗ്രാം വരച്ചത് ക്ലിയർ ആയോ? സിമിലർലി ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? ടോർഷണൽ മൊമെന്റിന്റെ എക്സ്പ്രഷനിൽ m0 ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ വേരീസ് ഫ്രം 0 to 90 ഡിഗ്രി. ആൽഫ 0 ആവുമ്പോൾ നമുക്ക് ടോർഷണൽ മൊമെന്റും 0 എന്ന് കിട്ടും. ആൽഫ 90 ഡിഗ്രി ആവുമ്പോൾ ടോർഷണൽ മൊമെന്റ് 0.1817 WR എന്ന് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 0 ആയിരിക്കുമ്പോഴും 90 ഡിഗ്രി ആയിരിക്കുമ്പോഴും ടോർഷണൽ മൊമെന്റ് പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടിയത്, 0യും മറ്റേത് പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടിയത്. അപ്പൊ ഇവിടെ നമുക്ക് മാക്സിമം ടോർഷണൽ മൊമെന്റ് കമ്പ്യൂട്ട് ചെയ്യണം. മാക്സിമം ടോർഷണൽ മൊമെന്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? dt/d alpha is equal to 0. അപ്പോൾ dt/d alpha is equal to 0 എന്ന എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് ആൽഫ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ആൽഫയുടെ വാല്യൂ ടിന്റെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടി മാക്സ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ യു വിൽ ഗെറ്റ് ടി മാക്സ് ആസ് minus 0.0927 WR. ഓക്കെ, അപ്പോ ഇനി ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ കർവ് വരയ്ക്കുക, സെമി സർക്കിൾ വരയ്ക്കുക. ദെൻ ആൽഫ 0 ആവുമ്പോൾ, അതായത് സി എന്ന പോയിന്റിൽ ടോർഷണൽ മൊമെന്റ് 0 ആണ്. ദെൻ ആൽഫ 90 ഡിഗ്രി ആവുമ്പോൾ ടോർഷണൽ മൊമെന്റ് എന്ന് പറയുന്നത് പോയിന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലോട്ട് പ്ലോട്ട് ചെയ്യുക. 0.1817 WR. അതുപോലെ ഇതും 0.1817 WR. എയിലും ബിയിലും സെയിം ആണ് ടോർഷണൽ മൊമെന്റ്. ഇനി മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ അത് അപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്യുക. സോ മാക്സിമം വാല്യൂ വരുന്നത് സെൻട്രൽ നിന്നും ആൽഫ, അതായത് 32.4
82 ഡിഗ്രി മാറിയിട്ടാണ് മാക്സിമം വാല്യൂ ഓഫ് ടോർഷണൽ മൊമെന്റ് വരുന്നത്, വിച്ച് ഇസ് 0.0927 W. അത് മാർക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഈ ഫിഗറിൽ കാണുന്നത് പോലെ ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ആദ്യം സെമി സർക്കിൾ വരച്ചിട്ട് ഓരോ പോയിന്റിലെയും ടോർഷണൽ മൊമെന്റ് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് സെമി സർക്കുലർ ബീം ക്യാരിങ് point load at the center, torsional moment diagram and bending moment diagram വരയ്ക്കുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ 5th മോഡ്യൂളിലെ 2 ഡെറിവേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ 2 ഡെറിവേഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.